കോഴിക്കോട് മാവൂരിൽ യുവാക്കളെ കാറടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി കൊടിയത്തൂർ സ്വദേശി ഇർഫാനെ കണ്ടെത്താനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മാവൂർ പോലീസാണ് പ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ ആയിഷയുടെ മകനാണ് പ്രതി ഇർഫാൻ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നമ്മൾ കണ്ടതാണ് ആ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളെ അതിവേഗത്തിലെത്തിയ കാർ ഇടിച്ച് തെറിപ്പിക്കുന്നു. അതിനു മുൻപ് ഇർഫാൻ ഇവരുടെ വീട്ടിലെത്തി, അതായത് പരിക്കേറ്റ ഈ ബൈക്ക് യാത്രികരായിരുന്ന യുവാക്കളുടെ വീട്ടിലെത്തി അവരുടെ സഹോദരനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ രണ്ട് കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. രണ്ടും ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ്. സംഭവത്തിന് ശേഷം പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഒളിവിൽ പോകാനുള്ള സ്ഥലങ്ങൾ, സാഹചര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ? ടോം, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പാഴൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് ഒരു കാറ് ചെറുപ്പാനി പോകുമ്പോൾ അതിന് മുന്നിൽ വഴി തടഞ്ഞ ഒരു ബൈക്ക് ഇടുന്നതും ആ ബൈക്കിൽ നിന്നും ഒരാൾ ഇറങ്ങി വരാൻ നിൽക്കുമ്പോൾ തട്ടിത്തെറിപ്പിച്ചു പോവുകയാണ്. ആ യുവാക്കൾ അന്തരീക്ഷത്തിലേക്ക് തെറിച്ച് വീഴുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു. രണ്ടുപേരും അവർ സഹോദരങ്ങളായ യുവാക്കളാണ്. അവർ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കേവലം ഒരു അപകടം എന്ന രീതിയിൽ ആദ്യം വ്യാഖ്യാനിക്കപ്പെടാം എങ്കിൽ പോലും അത് വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് കരുതിക്കൂട്ടിയുള്ള ഒരു ഇടിച്ചു തെറിപ്പിക്കലാണ് നടന്നത്, അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു ശ്രമം ആണ് നടന്നത്. തന്റെ മുന്നിലേക്ക് ഈ രണ്ടുപേർ വരുമ്പോൾ അവരെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരം കൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്നിരുന്നു. ഈ പരിക്ക് പറ്റിയ രണ്ട് യുവാക്കളുടെ സഹോദരനുമായി ഈ ഇർഫാന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തികമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇത് അടിസ്ഥാനത്തിൽ ഈ പരിക്ക് പറ്റിയ സഹോദരന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് ഇർഫാൻ വരികയും അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. വീട് കയറി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിനുശേഷമാണ് സഹോദരനെ മർദ്ദിച്ച കാര്യം, അല്ലെങ്കിൽ അവിടെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ കാര്യം ഈ പരിക്ക് പറ്റിയ രണ്ട് യുവാക്കൾ അറിയുന്നത്. അവർ ഇർഫാന്റെ വീട്ടിലേക്കാണ് പിന്നീട് പോകുന്നത്. കൊടിയത്തൂർ പഞ്ചായത്ത് അംഗം കൂടിയായ ആയിഷ, ലീഗ് നേതാവ് കൂടിയാണ്, അവരുടെ മകനാണ് ഇർഫാൻ. അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയും ചില സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇതിനു ശേഷമാണ് അവർ വീട്ടിലെത്തിയപ്പോൾ ഈ ഇർഫാനെ കണ്ടുകിട്ടാത്തതിനെ തുടർന്നാണ് ഇർഫാനെ തെരഞ്ഞു പോവുകയും ഇർഫാൻ വരുന്ന വാഹനത്തിന് തൊട്ട് മുന്നിൽ ഈ ബൈക്ക് നിർത്തി ആക്രമിക്കാനുള്ള ഒരു ഒരുക്കമായിരുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം കയ്യിലൊരു ആയുധം എടുത്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തായാലും അപ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു നടപടി എന്ന രീതിയിൽ അവരെ വധിക്കാൻ, അല്ലെങ്കിൽ വധശ്രമം നടത്താൻ തന്നെ ഇർഫാൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവർ പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഈ ബൈക്കിൽ നിന്നും ഇരുവരും തെറിച്ചു വീണപ്പോൾ തന്നെ നാട്ടുകാരടക്കം അടുത്ത് കൂടിയാണ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആ സമയത്ത് തന്നെ കാറിൽ നിന്നും ഇർഫാൻ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തു. 3 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, ഈ ബൈക്ക് ഇടിപ്പിച്ച് കൊല്ലാനുള്ള വധശ്രമം ആണ് ഒരു കേസ് ചുമത്തിയിരിക്കുന്നത്. മറ്റ് 2 കേസുകൾ ഈ വീടുകൾ കയറി പരസ്പരം നടത്തിയ അതിക്രമങ്ങളുടെ പേരിൽ 2 കേസുകൾ കൂടിയുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇർഫാൻ ഒളിവിലേക്ക് പോയിരിക്കുന്നത്. ഇയാൾ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ പോലീസ് ഇതിനകം തെരച്ചിൽ നടത്തി, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലുമാണ്. എന്തായാലും കൂടുതൽ ഊർജിതമായ തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് പറയുന്നു. വിദേശത്തേക്കടക്കം കടന്നുകളയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ വഴിവെല്ലാം പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അതേ നിമിഷം തന്നെ പോലീസിന് വിവരം കിട്ടും. അങ്ങനെ പുറത്തേക്ക് പോകുന്നത് തടയാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും നമ്മള് ബൈക്കിൽ 2 ചെറുപ്പക്കാരെയാണ് ഇയാൾ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇതിനു മുൻപ് തൊട്ട് മുൻപ് തന്നെ വീട്ടിൽ കയറിയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പ്രതി ഇർഫാൻ? ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ? കാരണം ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചതിൽ ഒരു കുടിപ്പകയുണ്ട് എന്ന് കരുതുന്നുണ്ട്. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ക്രിമിനൽ കേസുകൾ, ഈ അത്തരം കേസുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നിരന്തരമായ ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന പുതിയ കാലത്തിന്റെ തലമുറകളെന്ന്, പുതിയ കാലത്തെ കുട്ടികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവർ. പലപ്പോഴും
ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക, പൊതുസ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതൊരു പരാതിയായോ അല്ലെങ്കിൽ നിയമ നടപടിയായോ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കം അത് എന്തിന്റെ പേരിലാണ് എന്നതിനെ കുറിച്ചാണ് പോലീസ് ഇപ്പോഴും പരിശോധിച്ച് വരുന്നത്. അത് കേവലം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം നൽകിയതാണോ അതോ മറ്റ് ലഹരി ഇടപാടുകൾ പോലുള്ള മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഇതിനകത്തുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇരു വിഭാഗത്തിലെയും ആളുകൾ വളരെ മാന്യമായി ജീവിക്കുന്ന ആളുകൾ അല്ല എന്ന് പോലീസ് പറയുന്നു. ഇരുവരും ചില പ്രശ്നങ്ങളുള്ള ആളുകളാണ്. പരസ്പരം ചില പ്രശ്നങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അതൊരു നിയമ നടപടിയിലേക്കൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് കേസിലേക്കും ഒന്നും പോയിട്ടില്ല. ഈ ഒരു സംഭവം തന്നെ ഇരു പക്ഷവും പരസ്പരം അക്രമത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പക്ഷേ ആ വാഹനം നിർത്തുകയായിരുന്നെങ്കിൽ ഈ ഇർഫാനെ ആക്രമിക്കാൻ വന്ന രണ്ട് സഹോദരങ്ങൾ മടിക്കില്ല എന്നാണ് അവരുടെ ആ ഒരു ലക്ഷ്യങ്ങൾ നമുക്ക് പ്രകടമാവുന്നത്. എന്തായാലും 3 സഹോദരങ്ങളും ഇപ്പോൾ ആശുപത്രിയിലാണ്. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.